നമുക്കൊക്കെ ഷോപ്പിങ്ങിന് പോണ്ടേ? കല്ലുവിന് ക്രിസ്മസിന് ഇടാനായിട്ട് പുതിയ ഡ്രസ്സൊക്കെ എടുക്കാൻ പോണ്ടേ നമുക്ക്? എന്നാലേ നല്ല കുട്ടിയായിട്ട് വന്ന് ഫുഡ് കഴിച്ചേ. ചേച്ചിയുടെ വീട്ടിൽ പോകാം. ചേച്ചമ്മ നല്ല തീറ്റയാ. എന്താ വർഷേ? ഞങ്ങൾക്ക് ഡ്രസ് എടുക്കണ്ടേ? ക്രിസ്മസ് അല്ലേ വരാൻ പോകുന്നത്? സമയമുണ്ടല്ലോ വർഷേ. ഇനി അടിക്കാനെന്തേലൊക്കെ ഉണ്ടെങ്കിലേ സമയം പിടിക്കും. പിന്നെ തിരക്കാവും. പിന്നെ കടകളിലും തിരക്കാവൂലേ ഇനി ക്രിസ്മസ് ആവുമ്പോ? ഞങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് ഡ്രസ് എടുത്താലോന്ന് ആലോചിക്കുക. എന്നാ പോയിക്കോ. മുത്തിനെ കൂടി കൊണ്ടുപോവണേ. അതെന്തിനാ? അവൾക്ക് ഡ്രസ് ഇന്നലെയല്ലേ എടുത്തത്? വർഷേ, അത് നമ്മള് അവളുടെ ബർത്ത്ഡേക്കല്ലേ എടുത്തു കൊടുത്തേ. അതല്ല വർഷേ ഞാൻ പറഞ്ഞത്. അതുപോലെ മണിക്കുട്ടിക്കും എടുത്തു കൊടുത്തതല്ലേ ബർത്ത്ഡേക്ക്. എന്നിട്ട് നമ്മള് ക്രിസ്തുമസിന് അവൾക്ക് ഡ്രസ് എടുക്കുന്നില്ലേ? വർഷേ, കാശ് തരുന്ന എനിക്ക് പ്രശ്നമില്ലെങ്കിൽ നിന്റെ പ്രശ്നം എന്താ? ആ കുട്ടിക്ക് തീരെ ഡ്രസ്സില്ല. ഒരു നല്ല കൂട്ടൻ ഡ്രസ് കൂടി എടുത്തു കൊടുക്ക്. നീ എന്തായാലും ഡ്രസ് എടുക്കാൻ പോകുമ്പോ ആ മുത്തിനെ കൂടി കൊണ്ടുപോ. വർഷേ, ഞാൻ നിന്നോട് മര്യാദക്ക് പറയാ. അമ്മയില്ലാത്ത കൊച്ചാ അത്. അതിന്റെ മനസ്സ് വേദനിപ്പിച്ച നീ അനുഭവിക്കും. നോക്കിക്കോ. എല്ലാം കാണുന്ന ഒരാൾ മുകളിലുണ്ട്. നീ ഡ്രസ് എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ മുത്തിനെ കൊണ്ടുപോ, അല്ലെങ്കിൽ പോവണ്ട. എന്നോട് ഇങ്ങനെ കളിക്കാൻ പോകുന്നത് മുത്ത് അവളെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാശം പിടിച്ച പെണ്ണ് എന്തിനാ ഇങ്ങോട്ട് വന്നേക്കുന്നേ ഇപ്പൊ? മുത്തിച്ചേച്ചിനെ കാണാന് വന്നതാ. പോ പെണ്ണ് ദൂരെ. നാശം പിടിച്ച പെണ്ണ്. മുത്തേ, ആ പെണ്ണുങ്ങളെ ഈ പാവാടയിൽ വല്ല അപ്പിയിട്ടിട്ടുണ്ടാവോ? പാറു, നീ എന്നെ അലക്കാൻ സഹായിക്കുന്നത് കൊണ്ട് എന്റെ അലക്കലെല്ലാം പെട്ടെന്ന് തീരുന്നുണ്ട്. ഞങ്ങൾക്ക് കൂടെ ഉള്ളപ്പോ മുത്തേ ഞങ്ങൾ അങ്ങനെ കഷ്ടപ്പെടുത്തൂലല്ലോ. പാറു, ഞാൻ ഇന്നലെയും എന്റെ അമ്മയെ സ്വപ്നം കണ്ടു. എന്നിട്ട് മുത്തിന്റെ അമ്മ എന്താ പറഞ്ഞത്? പാറു, ഞാൻ പറഞ്ഞു, അമ്മ ഞാനേ അലക്കാന് കടവിൽ പോകുമ്പോ പാറക്കുട്ടി സുൽഫീക്കറും എന്റെ കൂടെ തന്നെ വരുന്ന്. അപ്പൊ അമ്മ എന്താ പറഞ്ഞു മുത്തേ? പാറു, അപ്പൊ എന്റെ അമ്മ പറയാ അവര് നല്ല കുട്ടികളാ, അവരുടെ കൂടെ തന്നെ എന്റെ മുത്ത് കൂടിക്കോന്ന്. കണ്ട പാറക്കുട്ടി, ഇപ്പൊ മനസ്സിലായില്ല എനിക്ക്? എന്ത്? ഞാൻ നല്ല കുട്ടിയാണെന്ന് മുത്തിന്റെ അമ്മ കൂടി പറഞ്ഞില്ലേ? അയ്യടാ, പോടാ അവിടുന്ന്. അത് എന്നെയാവും പറഞ്ഞത്. പാറു, ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാനേ കൊറേ തുണികളൊക്കെ ആയിട്ട് അലക്കാന് പോകുമ്പോ പാറക്കുട്ടിയും സുൽഫീക്കറും ഒക്കെ എന്നെ സഹായിക്കുന്നു. മുത്തേ, ഇപ്പൊ എങ്ങനെയുണ്ട് എന്റെ ചെറിയമ്മയുടെ സ്വഭാവത്തിന്? നല്ല മാറ്റമുണ്ടോ? ചെറിയമ്മന്റെ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല സുൽഫീക്കറേ. പാറു, സുൽഫീക്കറേ, എന്റെ അച്ഛനില്ലേ? എന്റെ അച്ഛന് എന്നെ ഇന്നലെ കൊണ്ടുപോയിട്ട് എനിക്ക് ഡ്രസ് എടുത്തു തന്നു. എന്നിട്ട് ഞങ്ങള് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ട് എന്റെ ബാലാരി ചെറിയമ്മ
ഒറ്റക്ക് ഫുഡ് കഴിച്ചു വന്നിട്ട് ഒന്നും പറഞ്ഞില്ല നിന്റെ ചെറിയമ്മ. പറയാനൊക്കെ ചെറിയമ്മ ശ്രമിച്ചു, പക്ഷേ അച്ഛനെ കണ്ടപ്പോഴേ ചെറിയമ്മ പിന്നെ എല്ലാം വിട്ടു. പാറു, നല്ല രസമുണ്ടായിരുന്നു പാറു അച്ഛന്റെ കൂടെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കാന്. എന്നിട്ട് ആ ബാലായി ചെറിയമ്മനോടൊന്ന് പറഞ്ഞെടുക്കായിരുന്നില്ലേ? ഓർക്ക് കൊടുന്നെടുത്തില്ലല്ലോ. കൊടുന്നെടുത്ത് സെൽഫിക്കറെ. ഞാൻ പറഞ്ഞു അച്ഛനോട് അവർക്കും കൂടെ വാങ്ങിക്കൊണ്ടു പോകാന്ന്. ഏയ്, ഇതെന്ത് പാനെ മുത്ത കാട്ടിയത്? എന്തിനാ അവറ്റേക്ക് വാങ്ങിക്കൊണ്ടുപോയത്? സാരല്ല സെൽഫിക്കറെ, അങ്ങനെ ഒറ്റക്ക് കഴിക്കുമ്പോഴേ എനിക്ക് സങ്കടാവുള്ളൂ. അല്ലേ കൂട്ടുകാരെ, നിങ്ങൾ പറ, ഞാൻ ചെയ്തത് തെറ്റുണ്ടോ? നമ്മൾ ഫുഡ് കഴിക്കുമ്പോ മറ്റുള്ളവരെ ഓർക്കണം, അവർക്കും നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ? നിങ്ങൾ കമന്റ് ചെയ്യൂലേ ഈ മുത്ത് ചെയ്തത് ശരിയാണോ? സ്പീക്കർ പറയാ ചെറിയമ്മക്ക് കൊടുക്കണ്ടായിരുന്നൂന്ന്. പക്ഷേ എനിക്ക് ആ നേരം അങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. പാറു, ഈ മുത്തിന് ഇനി വലിയൊരു പണി കിട്ടാൻ പോവാ. എന്ത് പണി? എന്റെ ചെറിയമ്മല്ലേ, ചെറിയമ്മന്റെ അമ്മ വരുന്നൂന്ന് ഈ ക്രിസ്തുമസിന്. അയ്യോ, അത് ചെറിയമ്മനേക്കാൾ വലിയ ഭാര്യയാവോ? ആവുന്നാ തോന്നുന്നത്. അന്നൊക്കെ വന്നപ്പോ എന്നെ ഭയങ്കര ദേഷ്യായിരുന്നു. എന്നെ കണ്ണെടുത്ത കണ്ടൂടാ ആ അമ്മക്ക്. മുത്തേ, നീ സങ്കടപ്പെടണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ നിന്റെ കൂടെ. സങ്കടമൊന്നുമല്ല പാറു, എനിക്ക് ആ മുത്തശ്ശിയെ പേടിയാ. ആ മുത്തശ്ശി വന്നാ ചെറിയമ്മക്ക് ഒന്നുകൂടി എന്നോട് ദേഷ്യം കൂടും. പിന്നെ രണ്ടുപേരും കൂടിയാവും എന്നെ ദ്രോഹിക്കുന്നത്. രണ്ടല്ല, മൂന്നും നാലും ഇല്ലേ അവിടെ? ശരിയാ സുൽഫിക്കർ പറഞ്ഞത്, 4 പേര് ഒത്തുചേർന്ന് എന്നെ ദ്രോഹിക്കും. എന്നിട്ട് ആ പിശാചി എന്നാ അവിടുന്ന് പോവാവോ? അറിയില്ല പാൽക്കുട്ടി, കുറച്ചു ദിവസം ഉണ്ടാവുന്നൊക്കെയാണ് പറയുന്നത് കേട്ടു. പത്തിരി ചുട്ട് വിളമ്പി വിളിച്ചത് മുത്തോളി പാത്തുമ്മ, അവളുടെ ചെങ്കുണരുന്ന കിനാവിലുദിച്ചത് റംസാൻ തിരയുമ്മ. ഉമ്മ, നിങ്ങൾ എങ്ങട്ടാ? ഞാനേ ആ നീലുവിന് ഒരു 4 പത്തിരി കറിയും കൊണ്ടേ കൊടുക്കട്ടെ. ഒരു കുറേ ദിവസമായി ഇറച്ചിയും പത്തിരിയും തിന്നാൻ പൂതിയാന്ന് പറയുന്നേ. വലിയമ്മ, ഇച്ചെടുത്തിട്ടില്ല അവിടെ. അപ്പടിക്ക് ഒരുങ്ങത്തി ഇജ്ജ് തിന്നില്ലേ? ഇച്ച് 10 മണിക്ക് 2 പത്തിരി തിന്നണം. അതൊക്കെ അവിടെ ഉണ്ടാവും പാത്തു, ഞാൻ കുറേ ചുട്ടു കൂട്ടിക്കണേ. ഇന്ന കുഴപ്പമില്ല, വലിയമ്മ കൊണ്ടോയി കൊടുത്തോ. ഇങ്ങനെ കൊടുക്കാക്കൊള്ളി. പെണ്ണെ, അങ്ങോട്ട് കൊടുത്താലല്ലേ ഇങ്ങോട്ടും കിട്ടുള്ളൂ. അപ്പൊ നീലമ്മനെ സ്നേഹിച്ചിട്ടൊന്നല്ലേ വലിയമ്മ കൊടുക്കണത്? വലിയമ്മക്ക് ഇങ്ങോട്ടും കിട്ടാനല്ലേ? അന്നോട് ആരടിപ്പ ഞാൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്താ അന്നോട് പറഞ്ഞത്? വലിയമ്മ ഇനി വർത്താനം പറഞ്ഞു നിന്നിട്ട് ആ പത്തിരിക്കൊക്കെ തുപ്പലാക്കണ്ട. എന്റെ 2 കജ്ജിലും സാധനങ്ങളായി പോയി, അല്ലെങ്കിൽ ഞാനിപ്പോ ബാലാലിനെ ശരിയാക്കിന്നു. ഇതമ്മ തേടിയ വള്ളി ഇങ്ങക്ക് കാല് ചുറ്റിക്കണോ? നീലോ, ഞാൻ അന്നെ തന്നിട്ട് അങ്ങോട്ട് വരിയിരുന്നു. കല്ലൂനെ കണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഞാൻ അവളെ അന്വേഷിച്ച് ഇറങ്ങിയതാ. ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല നീലോ. ആ കുട്ടിപ്പത് എടുക്ക പോയേ? അയ്യോ, എന്റെ ദൈവമേ, ഇങ്ങോട്ടും ആ കൊച്ചു വന്നിട്ടില്ലേ? ഇല്ല നീലോ, എങ്ങോട്ട് വന്നിട്ടില്ല. കുഞ്ഞിപ്പത്ത്, ഇജ്ജിട്ട് കണ്ടോ കല്ലൂനെ? ഇല്ല മെച്ചേ, ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഈശ്വരാ, ഇനിയിപ്പോ ആ കൊച്ചിനെ ഞാൻ എവിടെ അന്വേഷിക്കാനാ? എന്റെ നീലോൾ എവിടേക്ക് പോകാനാ? അവിടെ എവിടെയെങ്കിലും ഉണ്ടാവുന്നേ. ആ സെൽഫിക്കാരനെയും പാറക്കുട്ടിനെയൊന്നും കാണാനല്ലോ, ഓലിപ്പം പോയിട്ടുണ്ടാവും ചിലപ്പോ. ആ, അവരെവിടെ പിള്ളേര്? ഓല് കളിക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് പോയിന്ന് സെൽഫിക്കാർ ഇവിടുന്ന്. എവിടേക്കാ പോയിക്കണെന്ന് അറിയില്ല കേട്ടോ നീലോ. ഈ പിള്ളേരുടെ ഒരു കാര്യം ഞാൻ ആ ലച്ചുനോട് എപ്പോഴും പറയാറുള്ളതാ, കല്ലുമ്മോളെ ശ്രദ്ധിക്കണേന്ന്. എന്നാലേ ഞാനൊന്ന് പോയി അന്വേഷിച്ച് നോക്കട്ടെ, ഒരു സമാധാനവും ഇല്ല കുട്ടിനെ കാണാഞ്ഞിട്ട്. ഇജ്ജ് പോയി നോക്ക് നീലോ. അപ്പ പത്തിരി ഉമ്മ, നിങ്ങൾ ഒരു പേരിക്കർ കൊണ്ടേ കൊടുത്തളേ, ഓൾ ആ കുട്ടിനെ തെരഞ്ഞു പോയിക്കോട്ടെ. ആ, അതൊന്നല്ലേ നീലോ, ഇജ്ജ് കുട്ടിനെ പോയി തരണോ? എന്റെ ദൈവമേ, ഒരു സമാധാനം ഇല്ലല്ലോ. മക്കളെ, നമുക്ക് ഇവൾക്കൊരു പണി കൊടുത്താലോ?
എന്ത് പണിയാ ആന്റി? മുത്ത ഇവിടെയില്ല, അലക്കാൻ പോയിരിക്കാന്നുള്ള കാര്യം അവളോട് പറയണ്ട നമുക്ക്. വാവ്, നല്ല ഐഡിയ. നമ്മളെല്ലാവരും പെട്ടെന്ന് അകത്തേക്ക് കയറി വാതിലടക്കണം. അതിനു മുമ്പേ ഗേറ്റിന്റെ ഉള്ളിലേക്ക് അവളെ ആക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിടണം. അതെന്തിനാ മമ്മി? പറയട്ടെ, മുഴുവനും പറഞ്ഞു തീർന്നില്ലല്ലോ. പറ മമ്മി, എന്നിട്ട് ബാക്കിലൂടെ പോയിട്ട് നമുക്ക് ആ പട്ടിയെ അയച്ചു വിടാം. നമ്മളാണ് വീടിനകത്തും. ഈ പെണ്ണിവിടെ മുറ്റത്ത് നിൽക്കട്ടെ, പട്ടി നോക്കിക്കോളും അവളുടെ കാര്യം. വാവ്, സൂപ്പർ ഐഡിയ. പിന്നെ പട്ടിയായി, കുട്ടിയായി, അവരായി, അവരുടെ പാടായി. നമ്മൾ വീട്ടിനുള്ളിൽ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഇവിടെ വന്നത് നമ്മൾ കണ്ടിട്ടില്ല, ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. കേട്ടല്ലോ? ഉച്ചത്തിൽ ടിവി ഇട്ടോളി, എന്നാ പുറത്തെ ശബ്ദമൊന്നും നമുക്ക് കേൾക്കത്തുമില്ലല്ലോ. കുട്ടികളെ നോക്കാതെ ഇങ്ങനെ അയച്ചു വിടുന്നവർക്കുള്ളതാണ് ഈ പട്ടികൾ. മുത്തുചേച്ചി, മുത്തുചേച്ചി. ആന്റി തുടങ്ങി അവളുടെ വിളി. അപ്പൊ എന്നെ പറഞ്ഞതുപോലെ പെട്ടെന്ന് റെഡി ആയിക്കോണം. ഞാൻ അവളോട് പറയാൻ പോകാ മുത്ത് ഇവിടെ ഉണ്ടെന്ന്. മുത്ത് എന്തായാലും ഇപ്പൊ അടുത്തൊന്നും വരാൻ പോകുന്നില്ല. ഒരു ലോഡ് തുണികളുണ്ട് അവൾക്ക് അലക്കാനായിട്ട്. ഇത് നമുക്ക് ദൈവമായിട്ട് തന്ന അവസരവാ. അത് കളഞ്ഞു കൊടുക്കാൻ എന്തായാലും ഈ വർഷക്കാവില്ല. ഇതുപോലൊരു ചാൻസ് നമുക്കിനി കിട്ടില്ല മോളോ. കല്ലു, ഇങ്ങോട്ട് അകത്തേക്ക് വാ. ഇവിടെ ഉണ്ട് നിന്റെ മുത്തു ചേച്ചി. ഞാനേ മുത്തു ചേച്ചീനെ കാണാൻ വന്നതാ. ഞങ്ങൾക്ക് മനസ്സിലായി. കല്ലു, ഇങ്ങോട്ട് അകത്തേക്ക് കയറിക്കേ. മണിക്കുട്ടി, നീ പെട്ടെന്ന് പോയിട്ട് ഗേറ്റ് അടച്ചേക്കണം അവൾ അകത്തേക്ക് കയറിയാല്. കേട്ടല്ലോ? അതൊക്കെ ഞാൻ ഏറ്റു ആന്റി.